നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ഒരു ചേട്ടനെ നാട് വിട്ട് ഓടിപ്പോയിട്ടുള്ളൂ. ഈ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ പ്രശ്നം തുടങ്ങിയപ്പോ തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇവനെ അടിച്ച് തല കീഴായിട്ട് ഞാൻ തൂക്കിയിട്ടേനെ. നിനക്കൊരു ദോഷവും വരില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയേനെ. ബാക്കി എല്ലാ കാര്യങ്ങളിലും ധൈര്യം കാണിക്കുന്ന നീ എന്തിനാ മോളെ ഈ കാര്യത്തിൽ മാത്രം പേടിച്ചത്? അവനെ വീഡിയോ പുറത്തുവിട്ട അച്ഛനും കുടുംബത്തിനും ഉണ്ടാവാൻ പോകുന്ന അപമാനം. ചേച്ചി പ്രഗ്നന്റ് കൂടിയല്ലേ, വെറുതെ ടെൻഷൻ കൊടുത്ത് കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ? അപ്പൊ നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാലും മഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആദ്യത്തെ കുഞ്ഞ് നീയാ മോളെ. നിനക്ക് വേണ്ടിയാ അവൾ അമ്മയുടെ സ്ഥാനം ഏറ്റെടുത്തത്. നിന്നെ നടക്കാൻ പഠിപ്പിച്ചതും കൈപിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയതൊക്കെ അവളല്ലേ. നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ ഷോക്കിൽ അവളുടെയും കുഞ്ഞിന്റെയും ജീവൻ പൊലിഞ്ഞേനെ. നിന്റെ ചുറ്റിലും നിന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവരിൽ നിന്നൊരിക്കലും നീ സത്യം മറച്ചു പിടിക്കരുത്. പെൺകുട്ടികളുടെ ഇങ്ങനെയുള്ള പേടിയാണ് ഇവനെ പോലുള്ള വൃത്തികെട്ടവന്മാരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. കാലം ഒരുപാട് മാറി മോളെ. ഇവൻ ചെയ്തൊരു തെറ്റിന്റെ പേരിൽ നിന്നെ ആരും കുറ്റം പറയാൻ പോകുന്നില്ല. ഇനി അങ്ങനെ കുറ്റം പറയുന്ന വല്ല വിവരം കെട്ടന്മാരുണ്ടെങ്കിൽ തന്നെ നിനക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇനി ഒരിക്കലും നീ തോൽവി സമ്മതിക്കരുത്. ആരെയും എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്ന മഹിമയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. നോക്കി നിൽക്കാതെ ആരെങ്കിലും പോലീസിനെ വിളിക്കേ, അല്ലാതെ ഈ വൃത്തിയോട് കാണേണ്ട കാര്യം. അത് ശരിയാ, പോലീസിനെ വിളിക്കാം. താനോട് നിൽക്കി, ഞാൻ അവന്മാരൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ എന്റെ പ്രതികാരം കഴിഞ്ഞു. നീ ജയിലിലേക്ക് ചെല്ല. അവിടെ എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്. നിന്റെ ഈ അസുഖത്തിനുള്ള മരുന്ന് എല്ലാ ദിവസവും തരാൻ ഞാൻ അവന്മാരോട് പറഞ്ഞോളാം. മഹിമയുടെ ജീവിതത്തിലേക്ക് നീ വന്ന ദിവസം ഓർത്ത് നീ ഒരുപാട് ദുഃഖിക്കും. താനെന്ത് പണിയാടോ കാണിച്ചത്? അവന്മാരെന്താ ചെയ്തതെന്ന് തനിക്ക് നന്നായിട്ട് അറിയില്ലേ? എന്നിട്ടും എങ്ങനെയാടോ താനവരെ രക്ഷപ്പെടാൻ സമ്മതിച്ചത്? അവരെ ഇനി പിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണ്ട. അത്രയ്ക്ക് പണവും പിടിപാടുള്ള ആളുകളാ. അവരെങ്ങോട്ടും രക്ഷപ്പെടാൻ പോകുന്നില്ല. വൈകുന്നേരത്തിനുള്ളിൽ അവരെ നമ്മളെ കയ്യിൽ കിട്ടും. അതെന്താടോ തനിക്കിത്ര ഉറപ്പ്? ഹലോ, എവിടെ? അവർ തന്നെയാണെന്ന് ഉറപ്പാണോ? ആ, എന്തായാലും ഞങ്ങളിത് എത്തി. അവന്മാരെ കിട്ടി. എവിടെ വെച്ച്? മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നാട്ടുകാർ കെട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാറേ, അവന്മാരെങ്ങോട്ടും പോകാൻ പോകുന്നില്ല. മാധവ് സാറിന്റെ മകളോട് ഇമ്മാതിരി പോക്കൃത്തനം കാണിച്ചവന്മാരെ ഞാൻ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാൽ നിയമം നടപ്പിലാവും. പക്ഷെ നീതി നടപ്പിലാവൂ? നീതി നടപ്പിലാവണമെങ്കിൽ കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണം. അതിപ്പോ അവന്മാരെ അനുഭവിക്കുന്നുണ്ടാവും. വാ സാറേ, അവന്മാരെ നമുക്ക് അറസ്റ്റ് ചെയ്യണ്ടേ? വാ സാറേ. വാ മഞ്ജു. കുഴപ്പമാവെന്ന് തോന്നുന്നു. മുകുന്ദ കട്ടയ്ക്ക് നിൽക്കണേ. അപ്രത്യക്ഷമായ മൂന്നെണ്ണം കുടിച്ച് ബോധമില്ലാതെ തുണിയില്ലാതെ കിടക്കുകയാണ് സാറേ. ഞങ്ങളാ പിടിച്ച് കെട്ടിയിട്ടത്. അടുത്ത് പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു കോളേജുള്ളതല്ലേ? അവന്മാർ ഇങ്ങനെ തെമ്മാടത്തിലും കാണിച്ച് എന്ത് ചെയ്യും സാറേ?
നീയൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടുവല്ലേ? അത്രയ്ക്ക് ധൈര്യമായോടോ നിനക്കൊക്കെ? സാരമില്ല സാറേ, ഉള്ള കേസുകളുടെ കൂടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിയ കേസും കൂടി ഇവന്മാരുടെ മീതെ ചാർജ് ചെയ്യാം. പിടിച്ച് വണ്ടി കയറോടോ ഇവന്മാരെ. അപ്പൊ താൻ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ? നിന്നെ പോലെയുള്ള വൃത്തികെട്ടവന്മാരെ സഹായിക്കുന്ന അന്തസ്സില്ലാത്ത പോലീസുകാരന്മാര് കാണും. എന്നെ ആകണത്തിൽപ്പെടുത്തണ്ട. നിനക്കൊക്കെ അറിയിക്കുന്ന പണി കിട്ടുമെന്ന് കരുതി തന്നെയാണ് ഞാൻ മുകുന്ദൻ സാറിനെ സഹായിച്ചത്. നടക്കണം അങ്ങോട്ട്. അഭിയും കൂട്ടരെയും പുറത്ത് ചാടിച്ചത് ഗിരിയണ്ണല്ലേ? ഏയ് ഞാനല്ല. പിന്നെ ഇവിടെ കൃത്യസമയത്ത് കാഴ്ച കാണാൻ വേണ്ടി വെറുതെ വന്നതായിരിക്കും. അത് രത്നാകരൻ ചേട്ടൻ അവരെ ഇറക്കി വിട്ടത് ആര് പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാം. നിനക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടല്ല രത്നാകരൻ ഇതൊക്കെ ചെയ്തത്. നീ പോയി ചോദിച്ചു നോക്ക്. ഗിരിയൺ ഇതിൽ ഒരു പങ്കും ഇല്ലെന്ന് പറയരുത്, അത് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ രത്നാകരനെ വിളിച്ച് അവരെ തുറന്നു വിടാൻ പറഞ്ഞതും ഇങ്ങനൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചതൊക്കെ മുകുന്ദനാ. മുകുന്ദനോ? ആ, ഞാൻ വെറുതെ നിന്നു കൊടുത്തന്നേ ഉള്ളൂ. മുകുന്ദൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഇങ്ങനെയൊക്കെ വിഷമിപ്പിച്ച അവൻ മിണ്ടാതിരിക്കൂ? വാശിയും പ്രതികാര ബുദ്ധിയൊക്കെ അവനും ഉണ്ട്. ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും അറിയില്ലെങ്കിൽ ഉപദേശിക്കാൻ പറ്റിയ ആളാണല്ലോ കൂട്ടുകാരനായിട്ടുള്ളത്. മുകുന്ദൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് തടയാൻ പോലും ഗിരിയേട്ടന് തോന്നിയില്ല. ഇല്ല, തോന്നിയില്ല. അവന്മാർക്കേ ഈ കിട്ടിയതൊന്നും പോരെന്ന എന്റെ അഭിപ്രായം. മുകുന്ദനായതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തിയത്. ഓ, നിനക്ക് ദേഷ്യമുള്ളതുപോലെ വെറുതെ അഭിനയിക്കണ്ട. അവർക്ക് ഇങ്ങനൊരു പണി കൂടെ കിട്ടിയതില് നിനക്ക് സന്തോഷമേ ഉള്ളെന്ന് എനിക്കറിയാം. എന്നിട്ട് വെറുതെ പോലീസുകാരിയുടെ ജാട കാണിക്കല്ലേ. ആ പിള്ളേരെങ്ങാനും രക്ഷപ്പെട്ടിരുന്നെങ്കിലുള്ള അവസ്ഥയെപ്പറ്റി ഗിരിയേട്ടൻ ചിന്തിച്ചോ? രത്നാകരേട്ടന്റെ അടക്കം ഞങ്ങളുടെ എല്ലാവരുടെയും ജോലി പോയേനെ. അങ്ങനെയൊക്കെ നടക്കാൻ ഞാൻ സമ്മതിക്കും. ദേ, ഈ ആത്മവിശ്വാസമാണ് ഗിരിയേട്ടന്റെ ഏറ്റവും വലിയ കുഴപ്പം. എന്തെങ്കിലും വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോഴേ ഇതേ ചിരി കാണണം. ഓ, അല്ല, മുകുന്ദൻ എവിടെ? നീ വരുന്നത് കണ്ടപ്പോ തന്നെ അവൻ എന്നെ ഒറ്റയ്ക്കാക്കി മഹിമയും കൂട്ടി സ്ഥലം വിട്ടു. മഹിമ ഇവിടെ ഉണ്ടായിരുന്നോ? അവളെ കാണിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്.